തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ സ്ഥാനമലങ്കരിച്ച ദളവയായിരുന്നു വേലുത്തമ്പി ദളവ. വലിയ വീട്ടിൽ ചെമ്പകരാമൻ വേലായുധൻ തമ്പി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമധേയം. 1765 മെയ് മാസം 6-ാം തീയതി കന്യാകുമാരിക്കടുത്തുള്ള തലക്കുളത്തെ വലിയ വീട്ടിൽ കുഞ്ഞുമായാട്ടിപ്പിള്ളയുടെയും വലിയമ്മ പിള്ള തങ്കച്ചിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. തിരുവിതാംകൂർ രാജ്യത്തിന് നൽകിയ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ധർമ്മരാജാവിന്റെ കാലത്ത് ചെമ്പകരാമൻ എന്ന പദവി ലഭിച്ചവരാണ് വലിയ വീട്ടിൽ കുടുംബക്കാർ. കുടുംബമഹിമയും ധീരതയും കണക്കിലെടുത്ത് 1798 വേലുത്തമ്പിയെ മാവേലിക്കര കാര്യക്കാർ ആയി നിയമിച്ചു. ധർമ്മരാജാവിന്റെ മരണത്തെ തുടർന്ന് 1798 തിരുവിതാംകൂർ മഹാരാജാവായി സ്ഥാനമേറ്റത് കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുമുള്ള പ്രാവീണ്യവും ഉണ്ടായിരുന്നില്ല. ഒരു വർഷത്തിനുള്ളിൽ ദിവാൻ രാജാ കേശവദാസൻ മരണപ്പെട്ടതോടുകൂടി ആകെ അരക്ഷിതാവസ്ഥ രൂപപ്പെടുകയും പലരും അത് മുതലെടുക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താന്റെ ആക്രമണകാലത്ത് കോഴിക്കോട് രാജ്യത്ത് നിന്നും അഭയാർത്ഥിയായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയായിരുന്നു കേശവദാസന് പകരം 1799 ഏപ്രിൽ മാസത്തിൽ ദളവയായി സ്ഥാനമേറ്റത്. രാജാ കേശവദാസനെ വിഷം കൊടുത്ത് വധിച്ചതിന് പിന്നിലെ ഗൂഢാലോചനക്കാരിൽ ഒരാൾ ഇദ്ദേഹമാണെന്നും പറയപ്പെടുന്നു. ഇദ്ദേഹം ദിവാനായതോടുകൂടി സുഹൃത്തുക്കളായ മാത്തൂത്തരകൻ, ശങ്കരനാരായണൻ ചെട്ടി എന്നിവരെ മന്ത്രിമാരായും നിയമിച്ചു. ടിപ്പു സുൽത്താനെതിരായ യുദ്ധത്തിൽ സഹായിച്ചതിന്റെ പ്രതിഫലമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണം നൽകേണ്ടി വന്നപ്പോൾ അത് കൊടുത്ത് സഹായിച്ച ആൾ എന്ന നിലയിൽ മാത്തൂത്തരകന് തിരുവിതാംകൂർ രാജകുടുംബവുമായും ബന്ധമുണ്ടായിരുന്നു. അഴിമതിക്കാരായ ഈ മൂവർ സംഘം ഭരണമാരംഭിച്ചതോടുകൂടി തിരുവിതാംകൂറിന്റെ അവസ്ഥ ആകെ ദുരിതമായി മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി താറുമാറായി. ഇത് പരിഹരിക്കാനെന്ന പേരിൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ പൊതുജനങ്ങളിൽ നിന്നും നിർബന്ധിതമായി കരം പിരിക്കുന്നതിന് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ഉത്തരവിട്ടു. ഇതുകൂടാതെ ഓരോ നാടുവാഴിയും നിശ്ചിത തുക രാജാവിന് സംഭാവനയായി നൽകണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. ഈ ഉത്തരവിനെതിരെ 1801 വേലുത്തമ്പി നായർ പ്രമാണിമാരെയും സൈനികരെയും സംഘടിപ്പിക്കുകയും തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്ത് രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് മഹാരാജാവിനെ മുഖം കാണിച്ച് ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയുടെയും കൂട്ടാളികളുടെയും അഴിമതിയെക്കുറിച്ചും ജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ബോധിപ്പിക്കുകയും അഴിമതിക്കാരായ മൂവർ സംഘത്തിന് കർശനമായ ശിക്ഷ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മഹാരാജാവ് ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയെ ദളവസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ മാത്തൂത്തരകൻ, ശങ്കരനാരായണൻ ചെട്ടി എന്നിവർക്ക് ചാട്ടവാറടി നൽകിയ ശേഷം ചെവി മുറിച്ചുമാറ്റി നാടുകടത്തുകയുണ്ടായി. തുടർന്ന് വേലുത്തമ്പിയെ മുളകുമടിശീല കാര്യക്കാർ അഥവാ വാണിജ്യ മന്ത്രിയായി നിയമിച്ചു. അതിനുശേഷം 1802 വേലുത്തമ്പിയെ തിരുവിതാംകൂറിന്റെ ദളവയായി നിയമിച്ചു. വളരെ ഭാരിച്ച ഉത്തരവാദിത്വമായിരുന്നു ദളവ എന്ന നിലയിൽ അദ്ദേഹത്തിന് നിർവഹിക്കുവാനുണ്ടായിരുന്നത്. തിരുവിതാംകൂറിന്റെ തകർന്ന സാമ്പത്തിക സ്ഥിതി പരിഹരിക്കുകയും രാജ്യത്തുയർന്നു വന്നിട്ടുള്ള അരാജകത്വം അവസാനിപ്പിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക ദൗത്യം. ഇതിനായി നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിൽ വരുത്തി. വസ്തുക്കൾ അളന്ന് തിരിക്കുന്നതിനും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാട്ടം നിശ്ചയിക്കുന്നതിനുമായി അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. തരിശായി കിടന്നിരുന്ന നിരവധി പ്രദേശങ്ങളിൽ പുതിയ പാട്ടം അനുവദിച്ചു. അഴിമതി ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. ഇതുകൂടാതെ കൊല്ലത്ത് പുതുതായി ഹജൂർ കച്ചേരിയും സ്ഥാപിക്കപ്പെട്ടു. അതുമാത്രമല്ല, വാണിജ്യം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ പട്ടണങ്ങൾ അദ്ദേഹം വലിയ തോതിൽ വികസിപ്പിച്ചു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് കർശനമായ ശിക്ഷ നടപ്പിലാക്കി. ഇതേ തുടർന്ന് തിരുവിതാംകൂറിൽ അഴിമതി പൂർണ്ണമായും ഇല്ലാതാവുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അദ്ദേഹം നടപ്പിൽ വരുത്തിയ ചില പരിഷ്കാരങ്ങൾ വലിയ എതിർപ്പിന് കാരണമായി. തിരുവിതാംകൂറിലെ നായർ സൈനികർക്ക് യുദ്ധകാലത്ത് നൽകിയിരുന്ന പ്രത്യേക അലവൻസ് അദ്ദേഹം നിർത്തലാക്കി.
യുദ്ധകാലത്താണ് അത് നൽകേണ്ടതെന്നും ഇപ്പോൾ യുദ്ധമില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞ കാരണം. എന്നാൽ ഇതിനെതിരെ നായർ സൈനികരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും നേരത്തെ അദ്ദേഹത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തിയ കുഞ്ചുനീലംപിള്ള അടക്കമുള്ള പല പ്രമാണിമാരും സൈനികരും ചേർന്ന് അദ്ദേഹത്തിനെതിരെ കലാപം സംഘടിപ്പിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് നായർ സൈനികർ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും വേലുത്തമ്പി ദളവ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞ വേലുത്തമ്പി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടുകൂടി ഈ ലഹള അടിച്ചമർത്തുകയും നിരവധി പേർക്ക് വധശിക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ ഇത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലും വേലുത്തമ്പി ദളവയുടെ ജീവിതത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. നായർ സൈന്യത്തിന്റെ ലഹള അടിച്ചമർത്തിയതിനെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടുതൽ ശക്തരാവുകയും സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കുന്നതിന് തിരുവിതാംകൂറിനെ നിർബന്ധിതമാക്കുകയും ചെയ്തു. അങ്ങനെ നായർ സൈന്യത്തിന്റെ എണ്ണം വെട്ടിച്ചുരുക്കുകയും 1805 ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കേണ്ടി വരികയും ചെയ്തു. ഇത് പ്രകാരം തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലും നായർ സൈന്യത്തിന് പകരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തേണ്ടി വരികയും അവരുടെ ചെലവ് എന്ന നിലയിൽ പ്രതിവർഷം 8 ലക്ഷം രൂപ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകേണ്ടി വരികയും ചെയ്തു. ഇക്കാരണത്താൽ മെച്ചപ്പെട്ടു വന്ന സാമ്പത്തിക സ്ഥിതി വീണ്ടും അവതാളത്തിലാകുമെന്ന സ്ഥിതി വന്നു. ഇത്രയും ഭാരിച്ച തുക ഈടാക്കുന്നതിൽ നിന്നും കമ്പനി പിന്തിരിയണമെന്ന് വേലുത്തമ്പി ദളവ ആവശ്യപ്പെട്ടെങ്കിലും ഇംഗ്ലീഷുകാർ വഴങ്ങിയില്ല. ഇത് തമ്പിയും ഇംഗ്ലീഷുകാരും തമ്മിൽ ശത്രുതയുണ്ടാകുന്നതിന് കാരണമായി. വേലുത്തമ്പി ദളവയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ശത്രുതയുണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണം അവരുടെ മതപരിവർത്തന ശ്രമങ്ങളായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ഭാഗമായി ഫാദർ വില്യം തോബിയാസ് മൈലാടിയിലെത്തിച്ചേരുകയും അവിടെയുള്ള ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി വില്യം തോബിയാസ് ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന കേണൽ മെക്കാളയെ നേരിൽ കാണുകയും മൈലാടിയിൽ പള്ളി പണിയുന്നതിനുള്ള സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അവിടെ പള്ളി പണിയുന്നതിനുള്ള സ്ഥലം അനുവദിക്കുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നതിനും രാജാവിനോട് നിർദ്ദേശിക്കാം എന്ന് മെക്കാളെ സമ്മതിച്ചു. ഇതേ തുടർന്ന് തോബിയാസ് വേലുത്തമ്പിയെ സമീപിച്ചുവെങ്കിലും അവിടെ പള്ളി പണിയുന്നത് ഹിന്ദുക്കളെ മതം മാറ്റുന്നതിനു വേണ്ടിയാണെന്നും അത് തിരുവിതാംകൂറിന് ഗുണകരമല്ലെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹം അനുമതി നിഷേധിച്ചു. എന്നാൽ ഫാദർ തോബിയാസ് വേലുത്തമ്പിയെ മറികടന്ന് രാജാവിനെ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും രാജാവും അതിന് സമ്മതം നൽകിയില്ല. ഇത് മാത്രമല്ല, വേലുത്തമ്പി ദളവ നേരിട്ട് മൈലാടിയിലെ മതപരിവർത്തന ശ്രമങ്ങൾ തടയാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ഇത് കേണൽ മെക്കാളേക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ അവസരം വേലുത്തമ്പി ദളവയുടെ ശത്രുവായ മാത്തൂത്തരകൻ മുതലെടുക്കുകയും വേലുത്തമ്പിയുടെ പ്രവർത്തനങ്ങൾ ക്രിസ്തുമതത്തിനും അതുവഴി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരാണെന്നും മെക്കാളയെ നേരിൽ കണ്ട് ബോധിപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കൊച്ചിയിലെ ദിവാനായ പാലിയത്തച്ഛനും കമ്പനിക്കെതിരെ നീക്കം ആരംഭിച്ചിരുന്നു. തിരുവിതാംകൂറിലെ പോലെ തന്നെ കൊച്ചി രാജ്യത്തിന്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ കേണൽ മെക്കാളെ അനാവശ്യമായി ഇടപെടുന്നതായിരുന്നു അവിടത്തെയും കാരണം. ഇതേ തുടർന്ന് വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനുമായി സഖ്യം ചേരുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പടനീക്കത്തിന് കോഴിക്കോട് സാമൂതിരിയുടെയും ഫ്രഞ്ചുകാരുടെയും സഹായം അഭ്യർത്ഥിച്ച് കത്തെഴുതുകയും ചെയ്തു. എന്നാൽ കോഴിക്കോട് സാമൂതിരിയുടെ മന്ത്രിയായിരുന്ന സ്വാമിനാഥ പട്ടർ വേലുത്തമ്പിയുടെ കത്ത് കേണൽ മെക്കാളേക്ക് കൈമാറിയതോടുകൂടി പടനീക്കം സംബന്ധിച്ച് കമ്പനിക്ക് അറിവ് ലഭിച്ചു. വേലുത്തമ്പി ദളവ സ്വന്തം നിലയിൽ നാടുവാഴികളെ ബന്ധപ്പെടുകയും സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ നേരത്തെ നടന്ന നായർ സൈനിക കലാപം അടിച്ചമർത്തിയതും തിരുവിതാംകൂറിന്റെ സൈനിക ശേഷി കുറച്ച ശേഷം ഇംഗ്ലീഷ് സൈന്യത്തെ നിലനിർത്തിയതും വേലുത്തമ്പിക്ക് തിരിച്ചടിയായി. എങ്കിലും 1808 ഡിസംബർ മാസം 28-ാം തീയതി വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛന്റെയും സംയുക്ത സൈന്യം വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലുള്ള മെക്കാളയുടെ കൊട്ടാരം ആക്രമിച്ചു. ആക്രമണത്തെ സംബന്ധിച്ച് മുൻകൂട്ടി അറിവ് കിട്ടിയിരുന്നതിനാൽ മെക്കാളയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായി. എങ്കിലും മെക്കാളയുടെ കൊട്ടാരം തീവച്ച് നശിപ്പിക്കുകയും
അവിടെയുണ്ടായിരുന്ന ഇംഗ്ലീഷ് സൈനികരെ പൂർണ്ണമായി വധിക്കുകയും അവിടെയുണ്ടായിരുന്ന ആയുധങ്ങൾ മുഴുവൻ കവർന്നെടുക്കുകയും ചെയ്തു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ വേലുത്തമ്പി ദളവയുടെ നിർദ്ദേശപ്രകാരം കൊല്ലത്തുള്ള കമ്പനി പട്ടാളത്തിന് നേരെ നായർ സൈന്യം ആക്രമണം നടത്തിയെങ്കിലും കൃത്യമായ നേതാവില്ലാത്തതും ആസൂത്രണമില്ലായ്മയും കാരണം അത് പരാജയപ്പെട്ടു. ഇതിനുശേഷം 1809 ജനുവരി മാസം 11-ാം തീയതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുർഭരണത്തിനെതിരെ സംഘടിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കുണ്ടറയ്ക്കടുത്തുള്ള ഇളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിൽ വച്ച് വേലുത്തമ്പി ദളവ പൊതുജനങ്ങൾക്കായി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇതാണ് പ്രസിദ്ധമായ കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സർവ്വസാധനങ്ങളും കുത്തകയാക്കി വച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഇംഗ്ലീഷുകാർക്ക് പണമുണ്ടാക്കുന്നതിനായി സാധാരണക്കാർക്ക് അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നും ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നതിനായി ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്നും ക്ഷേത്രങ്ങൾ വരെ പിടിച്ചെടുക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണെന്നും അതിനാൽ തന്നെ തിരുവിതാംകൂറിന്റെ സംസ്കാരവും അഭിമാനവും സംരക്ഷിക്കുവാനും ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളായി മതപരിവർത്തനം ചെയ്യുന്നത് തടയുവാനും തിരുവിതാംകൂറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കമ്പനിക്കെതിരെ അണിനിരക്കണമെന്നും വെള്ളപ്പരിഷകളെ പുറത്താക്കുന്നതുവരെ ആയുധമെടുത്ത് പോരാടണമെന്നും കുണ്ടറ വിളംബരത്തിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കൊല്ലവർഷം 984 മകരസംക്രാന്തി ദിനത്തിൽ നടത്തിയ ഈ യുദ്ധപ്രഖ്യാപനത്തിന്റെ ഫലമായി തിരുവിതാംകൂറിലാകമാനം ജനങ്ങൾ സംഘടിക്കുകയും കമ്പനിക്കെതിരെ തിരിയുകയും ചെയ്തു. ജനുവരി 18-ാം തീയതി കൊച്ചിയിലെ ബ്രിട്ടീഷുകാരുടെ താവളം ജനങ്ങൾ ആക്രമിച്ചു. 30ഓളം വരുന്ന ഇംഗ്ലീഷ് സൈനികരെയും 3 ഓഫീസർമാരെയും തടവിലാക്കുകയും ജനുവരി 30-ാം തീയതി അവരെ വിചാരണ നടത്തി വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഘത്തോടൊപ്പം പിടിക്കപ്പെട്ട ഒരു വനിതാ ഉദ്യോഗസ്ഥയെ വനിത എന്ന പരിഗണന നൽകിക്കൊണ്ട് വെറുതെ വിടുവാനും വേലുത്തമ്പി ദളവ ഉത്തരവിട്ടു. അതിനുശേഷം വേലുത്തമ്പി നേരിട്ട് കന്യാകുമാരിക്കടുത്തുള്ള ആലുവാമൊഴിയിലെത്തുകയും അവിടെ സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തു. എങ്കിലും തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വൻ സൈന്യവുമായി ഇംഗ്ലീഷുകാർ എത്തുകയും ആലുവാമൊഴി, ഉദയഗിരിക്കോട്ട, പത്മനാഭപുരം എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു. സംഘടിതരല്ലാത്തതിനെ തുടർന്ന് ജനം പിന്തിരിഞ്ഞോടി. അതിനുശേഷം വടക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും ഒരുപോലെ മുന്നേറിയ ഇംഗ്ലീഷ് സൈന്യം തിരുവനന്തപുരത്തിന് സമീപമുള്ള പാപ്പനംകോട് താവളമടിച്ചു. ഇത്രയും കാലം നിഷ്പക്ഷത പാലിച്ചിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് വേലുത്തമ്പിക്കെതിരെ തിരിയുകയും ബ്രിട്ടീഷുകാരുടെ അനുമതിയോടെ 1809 മാർച്ച് മാസം 18-ാം തീയതി വേലുത്തമ്പിയെ ദളവ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ശത്രുവായ ഉമ്മണിത്തമ്പിയെ ദളവയായി നിയമിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, വേലുത്തമ്പിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 പണം ഇനാമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ വേലുത്തമ്പി ദുഃഖിതനായെങ്കിലും തന്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായില്ല. ഇനിയുള്ള തന്റെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക പരിവേഷമുണ്ടായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നേരെ കിളിമാനൂർ കൊട്ടാരത്തിലെത്തുകയും ഔദ്യോഗികമായി തനിക്ക് ലഭിച്ച ഉടവാൾ കിളിമാനൂർ തമ്പുരാന് സമർപ്പിച്ച ശേഷം കൂടുതൽ തയ്യാറെടുപ്പുകൾക്കായി അടൂരിലേക്ക് നീങ്ങുകയും ചെയ്തു. അടൂരിന് സമീപമുള്ള മണ്ണടിയിൽ താമസിക്കുന്ന പ്രസിദ്ധനായ മാന്ത്രികൻ കാമ്പിത്താനെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും കൂടുതൽ സമയമെടുത്ത് ജനങ്ങളെ സംഘടിപ്പിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചില്ല. ഉമ്മണിത്തമ്പിയുടെ ചാരന്മാർ അദ്ദേഹത്തിന്റെ താമസ സ്ഥലം കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹവും സഹോദരനായ പത്മനാഭൻ തമ്പിയുമൊത്ത് മണ്ണടി ക്ഷേത്രത്തിൽ അഭയം തേടി. ഇംഗ്ലീഷ് പട്ടാളം ക്ഷേത്രം വളയുകയും അദ്ദേഹത്തെ ജീവനോടെ പിടികൂടാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇംഗ്ലീഷുകാരുടെ കയ്യിൽപ്പെടുവാനും അവരുടെ വിചാരണയ്ക്ക് വിധേയനാകുവാനും മനസ്സില്ലാതിരുന്ന ധീരനായ വേലുത്തമ്പി 1809 മാർച്ച് മാസം 29-ാം തീയതി മണ്ണടി ഭഗവതിയുടെ മുന്നിൽ തന്റെ ജീവിതം ആത്മാഹുതി ചെയ്തു. അദ്ദേഹത്തെ ജീവനോടെ പിടിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തോടുള്ള ദേഷ്യം തീരാത്ത ഇംഗ്ലീഷുകാർ ആ മൃതദേഹത്തിൽ ചാട്ടവാർ കൊണ്ടടിക്കുകയും
മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കണ്ണമ്മൂല എന്ന സ്ഥലത്തുള്ള വിളക്കുകാലിൽ കെട്ടിത്തൂക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സഹോദരനായ പത്മനാഭൻ തമ്പി മണ്ണടിയിൽ നിന്ന് പിടിക്കപ്പെടുകയും 1809 ഏപ്രിൽ മാസം 10 വിചാരണ നടത്തി തൂക്കിക്കൊല്ലപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ മെക്കാളയുടെ കൊട്ടാരം ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയ വൈക്കം പത്മനാഭപിള്ളയെയും പുറക്കാട് വച്ച് തൂക്കിക്കൊന്നു. കീഴടങ്ങിയ പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് കൊണ്ടുപോയി ജയിലിലടച്ചു. അതിനുശേഷം ഉമ്മിണിത്തമ്പിയുടെ നിർദ്ദേശപ്രകാരം തലക്കുളത്തുള്ള വേലുത്തമ്പി ദളവയുടെ തറവാട് വീട് ഇടിച്ചു നിരത്തുകയും ബന്ധുക്കളെ മാലിദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വേലുത്തമ്പിയുടെ കുടുംബാംഗങ്ങൾ തിരികെ വരികയും തലക്കുളത്ത് വലിയ വീട് പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇന്നും തലക്കുളത്തെത്തുന്ന സഞ്ചാരികൾക്ക് ആ ധീരദേശാഭിമാനിയുടെ വീട് കാണാവുന്നതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുർഭരണത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യമായും അവസാനമായും ഔദ്യോഗികമായി ഒരു ലഹള സംഘടിപ്പിച്ചത് വേലുത്തമ്പി ദളവ എന്ന ധീരദേശാഭിമാനിയായിരുന്നു. ഇംഗ്ലീഷുകാർ ഈ രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നെടുക്കുക മാത്രമല്ല, ജനങ്ങളെ മതം മാറ്റിക്കൊണ്ട് ഇവിടുത്തെ സംസ്കാരത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം ആദ്യമായി പരസ്യമായി പ്രഖ്യാപിച്ചതും വേലുത്തമ്പിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന് പല പല കാരണങ്ങളാൽ രാജാവിൻ്റെയോ നാടുവാഴി പ്രമുഖന്മാരുടെയോ സഹായം ലഭ്യമായില്ല. അതിനാൽ തന്നെ വേണ്ടത്ര ആയുധവും ആൾബലവുമില്ലാതെ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും ആത്യന്തികമായി ലക്ഷ്യം നേടുക തന്നെ ചെയ്തു. 1810 മെക്കാളെ പ്രഭുവിനെ റെസിഡന്റ് സ്ഥാനത്ത് നിന്നും കമ്പനി തിരികെ വിളിച്ചു. തിരുവിതാംകൂറിന്റെ ഭരണകാര്യങ്ങളിൽ വരെ നേരിട്ട് ഇടപെട്ടിരുന്ന ശൈലി മാറ്റുകയും ബ്രിട്ടീഷ് റെസിഡന്റ് കേവലം ഉപദേശകനായി മാറുകയും ചെയ്തു. എന്നു മാത്രമല്ല, തിരുവിതാംകൂറിലെ മതപരിവർത്തന ശ്രമങ്ങൾ ഒരു പരിധിവരെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിന്റെ അഭിമാനം സംരക്ഷിക്കുവാൻ സ്വന്തം ജീവിതം ബലികൊടുത്ത ധീരദേശാഭിമാനിയായ വേലുത്തമ്പി ദളവ ഈ നാടിന്റെ ചരിത്രത്തിൽ അഭിമാനത്തോടെ ജ്വലിച്ചു നിൽക്കുന്നു. വേലുത്തമ്പി ദളവയുടെ സ്മരണയ്ക്കായി കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ തല ഉയർത്തി നിൽക്കുന്നത് ഇതിന് തെളിവാണ്.